ആകെ മൊത്തം ഒരു 5 ദിവസമാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി കിട്ടിയത്. അങ്ങനെ വീട്ടിൽ വന്ന് കയറി ഫ്രഷായിട്ട് നേരെ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അപ്പവും മീൻ കറിയൊക്കെ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു മുട്ടയും കൂടി കഴിച്ചേ. ഒന്നുറങ്ങാന്ന് വിചാരിച്ചപ്പോൾ മമ്മി വന്ന് നല്ലൊരു ടാസ്ക്കാണ് തന്നത്. അനിയത്തിനെയും കസിനെയും പോയി ട്യൂഷൻ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ട്യൂഷൻ സെൻറ്റർ അറിയത്തില്ലായിരുന്നു. ഇതൊരു പുതിയ ട്യൂഷൻ സെൻറ്റർ ആയിരുന്നേ. അങ്ങനെ വഴി അറിയാത്ത ഞാൻ വഴി അറിയാവുന്ന ഒരാളെ വിളിച്ച് പോകുന്നപ്പോഴാണ് നിങ്ങളീ കാണുന്നത്. തിരിച്ചു വന്നപ്പോൾ എന്തോ ഭാഗ്യത്തിന് പോലീസ് പിടിച്ചില്ല. എല്ലായിടത്തുനിന്നും ജസ്റ്റ് മിസ്സായിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ മട്ടൻ കറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറും മട്ടൻ കറിയും കൂട്ടി കഴിച്ചേ. കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ എല്ലാവരും കൂടി ആയിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങാൻ കിടന്നപ്പോഴത്തേക്ക് അനിയൻ വന്നിട്ട് ഷുമ്മാണിയെ പിക്ക് ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, അവളെ പിക്ക് ചെയ്യാൻ പോയി. അവളെ പിക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അവൾക്ക് കേക്ക്സ് ആൻഡ് കേക്ക്സിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ എൻ്റെ അനിയൻ പിന്നെ ഒന്നും നോക്കിയില്ല. സംഭവം ഷുമ്മാണിക്ക് ഐസ്ക്രീം വാങ്ങാനാണ് വന്നെങ്കിലും ഞാനും എൻ്റെ അനിയനെ ഒന്ന് സോപ്പിട്ട് നോക്കി, പക്ഷെ ഒത്തില്ല. അങ്ങനെ എല്ലായിടവും പാളിയപ്പോൾ ഞാൻ അവനോട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയപ്പോൾ പപ്പയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെ കേക്കൊക്കെ കട്ട് ചെയ്ത്. പൊതുവേ അങ്ങനെ ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കാറില്ല. ഇത്തവണ പപ്പ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചെറുതായിട്ടെങ്കിലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം. അത്ര വലിയൊരു ആഘോഷമൊന്നും അല്ലായിരുന്നെങ്കിലും ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്ത്. അങ്ങനെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പരിപാടി ഒന്ന് കളറാക്കി.